ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 19 അധ്യായം 43 വാക്യം. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തും നിന്ന് നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരുന്നു. ജെറുസലേമിന് ഈശോ ഒരു മുന്നറിയിപ്പ് നൽകുക. ഇതേ നിങ്ങളുടെ ചുറ്റും ശത്രുക്കൾ വരുന്ന ഒരു ദിവസം അടുത്തിരിക്കുന്നു. നിങ്ങളുടെ നാശത്തിലേക്കുള്ള ഒരു ദിനം നിങ്ങളുടെ മുൻപിലുണ്ട് എന്ന് മുന്നറിയിപ്പോടെ ജെറുസലേമിന് നൽകുകയാണ്. ഒരുപക്ഷെ ഈ ഒരു മുന്നറിയിപ്പ് എൻ്റെ ഈശോ എനിക്കും നൽകുന്നുണ്ട്. ഈ ഭൂമിയിൽ നീ ജീവിക്കുമ്പോൾ നിന്റെ ജീവിതത്തില് ഈ ഒരു മുന്നറിയിപ്പ് ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവണം. നീ ആയിരിക്കുന്ന സാഹചര്യത്തില് നിന്റെ ചുറ്റും നിന്റെ ശത്രുക്കൾ പാളയമടിച്ചിരിക്കുന്നു. നിന്നെ നശിപ്പിക്കാനായിട്ട് നിന്റെ ചുറ്റും ഒത്തിരിയേറെ ആളുകളുണ്ട് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. ഒരു അപകടം നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം, ഒരു അപകടം ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ പല കാര്യങ്ങള് ജാഗ്രതയോടുകൂടി നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. ഒരു വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ജാഗ്രതയോടുകൂടി ഓടിക്കും. കാരണം അപകടം മുൻപിലുണ്ട്. ചില സൈനുകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. റോഡിന്റെ സൈഡുകളിൽ ചില സിംബൽസ്, ഈ ഒരു സൈൻ ബോർഡുകൾ നമുക്ക് തരുന്നത് എന്താണ്? ഒരു അപകടം മുൻപിലുണ്ട്, അല്ലെ മുൻപിൽ വലിയൊരു വളവുണ്ട്, നീ ശ്രദ്ധയോടുകൂടി പോകണം. അതേപോലെ എൻ്റെ ഈശോ എനിക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പായത്. എന്താണത്? നിന്റെ ചുറ്റും ശത്രുക്കളുണ്ട്, പൈശാചികമായ ശക്തികളുണ്ട്. നീ ജാഗ്രതയോടുകൂടി ജീവിച്ചാൽ മാത്രമേ നിനക്ക് അതിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ നീ അറിയാതെ ഈ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നിന്റെ ജീവിതം പാപത്തിന് അടിമപ്പെട്ട ഒരു ജീവിതമായിട്ട് മാറും. സ്നേഹമുള്ളവരെ, ഈശോയുടെ ഈ ഒരു മുന്നറിയിപ്പ് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുന്നുണ്ട്. പലപ്പോഴും ഈ മുന്നറിയിപ്പ് സ്വീകരിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ ഇഷ്ടാനുസരണം ജീവിക്കുക, പല അപകടങ്ങളിലേക്ക് നമ്മൾ ചെന്ന് വീഴുക. പൈശാചികമായ ശക്തികളും ചില സൗഹൃദങ്ങളും ഒക്കെ നമ്മളെ തെറ്റിലേക്ക്, പാപത്തിലേക്ക് നയിക്കുന്നുണ്ട്. പക്ഷേ അത് ബോധ്യത്തോടുകൂടി മനസ്സിലാക്കാനായിട്ടോ അതിനെ അതിജീവിക്കാനായിട്ടോ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോവുകയാണ്. അതുകൊണ്ട് ഈശോ നൽകുന്ന ഈ ഒരു മുന്നറിയിപ്പ് അത് ജെറുസലേമിനെ ഉദ്ദേശിച്ച് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും നമുക്കും വേണ്ടിയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈശോയുടെ ഈ മുന്നറിയിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അപകടങ്ങളിൽ നിന്നകന്ന്, പൈശാചികമായ ശക്തികളിൽ നിന്നകന്ന് ഈ ഭൂമിയിൽ എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട്, വിശുദ്ധിയോടുകൂടി ജീവിച്ച് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.